ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണ് ഗാർഹിക ഇന്ധന ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ്. എന്നാൽ ഓണക്കാലത്ത് പാചകവാതകത്തിന് ആവശ്യകത കൂടുന്നതിനാൽ തന്നെ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. മാത്രമല്ല, LPG ക്ഷാമം ഒഴിവാക്കാൻ സംസ്ഥാനത്ത് ഗ്യാസ് റീഫിൽ ബുക്കിംഗിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉടനടി പിൻവലിക്കണമെന്നും മന്ത്രിയുടെ കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം അടുക്കള ബജറ്റ് താളം തെറ്റാതിരിക്കാൻ ഗ്യാസ് സബ്സിഡിയും ഇന്ന് അത്യാവശ്യമാണ്. 2026 ഓഗസ്റ്റ് 16-നകം EKYC നടപടികൾ പൂർത്തീകരിക്കാത്ത പക്ഷം സബ്സിഡി ആനുകൂല്യം നഷ്ടപ്പെട്ട് ഉയർന്ന വാണിജ്യ നിരക്കിൽ സിലിണ്ടർ വാങ്ങേണ്ടി വരുമെന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിലിരുന്നു തന്നെ പൂർത്തീകരിക്കാവുന്ന വിധത്തിലാണ് നടപടി ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ പലരും ഇപ്പോഴും ഇക്കാര്യം ഗൗരവമായി എടുത്തിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. LPG പാചകവാതക ഉപഭോക്താക്കൾ ആധാർ അടിസ്ഥാനമാക്കിയുള്ള EKYC നിർബന്ധമായും പൂർത്തിയാക്കണം. ഇന്ത്യൻ ഓയിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിനായി ഉപഭോക്താക്കൾക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും LPG ഗ്യാസിനെയാണ് പാചകത്തിന് ആശ്രയിക്കുന്നത്. എന്നാൽ EKYC ചെയ്യാത്തതുമൂലം ഗാർഹിക സബ്സിഡി ആനുകൂല്യം നഷ്ടപ്പെട്ടാൽ അത് സാധാരണക്കാരായ മലയാളികളുടെ കുടുംബ ബജറ്റിനെ സാരമായി തന്നെ ബാധിക്കും. അതിനാൽ 2026 ഓഗസ്റ്റ് 16-നകം EKYC പൂർത്തിയാക്കണം. അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം നടപടി പൂർത്തിയാക്കുന്നതാണ് നല്ലത്. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP എന്നീ 3 കമ്പനികളുടെ ഉപഭോക്താക്കൾക്കും ഈ നിയമം ബാധകമാണ്. ഗ്യാസ് ഏജൻസിയിൽ നേരിട്ടെത്തിയോ സിലിണ്ടർ വിതരണം ചെയ്യാൻ വരുന്ന ഡെലിവറി ജീവനക്കാർ വഴിയോ സ്വന്തം മൊബൈൽ ആപ്പുകൾ വഴിയോ EKYC പൂർത്തിയാക്കാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.